everyone. Welcome to Superstar Junior. Powered by Nirapara, co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. So let's welcome our judges. Vijay Vijay Chadha. Exercise. Ade. Nice. Sujata Chechi. Stephen Chadha. Yes, so നമുക്ക് ഇന്ന് പൊട്ടും വഹിക്കാതെ നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ വെൽക്കം ചെയ്യാം. സ്റ്റാർ ഓർക്കസ്ട്ര Orchestra. പുലികൾ. So let's move on to our competition. By welcoming our first contestant, Sonika. ധോണി കുട്ടി ആളാകെ മാറിപ്പോയല്ലേ രജത്? വലിയൊരാളെ പോലെ, വലിയ കുട്ടി പുലി. ഭയങ്കര മെച്ചോർഡ് ആയ പോലെ. അപ്പൊ ആളങ്ങനെ ഒന്നും അങ്ങനത്തെ അല്ലെങ്കിലും ഒരു പാട്ട് തന്നെ ആയിരിക്കും വിചാരിക്കാം. അതെ, അതെ. അപ്പൊ നമുക്ക് റൗണ്ട്സ് നോക്കാം. നോക്കാം. Okay. So rounds please. ഏത് റൗണ്ടാ മോളെ? Classic hits. ക്ലാസിക് Oh. ഹിറ്റ്സ്. Okay. Yes. ഞാനൊരു ഗസ് ചെയ്യട്ടെ ഏത് പാട്ടാ പാടാൻ പോണെന്ന്. Okay. തീർച്ചയായും. അങ്ങനെ വിജയൻ ഗസ് ചെയ്യാൻ പോണെങ്കിൽ ഞാൻ മാർക്കും ഗസ് ചെയ്യാം. Eh? ഏ? ആഹാ. ആരുടെ പാട്ട് മാ- ഏതാ പറയുകയാണെങ്കിൽ ഞാൻ നീ- നീ ഇടുന്ന മാർക്ക് നീ ഗസ് ചെയ്ത് എന്താ അത്രയും വലിയ സംഭവം? ഇല്ല, മൊത്തം മാർക്ക്. ആ, ഓഹോ. അങ്ങനെ. അങ്ങനെ അതായത് പാട്ട് ഏതാണെന്ന് ഗസ് ചെയ്യുന്നുണ്ട്, മാർക്ക് പാട്ട് എത്രയാണെന്ന് ഞാൻ ഗസ് പറയും, ചെയ്യുന്നുണ്ട്. മൊത്തം മാർക്ക് അവൻ പറയും. അപ്പൊ സോണിക പാടണ്ട. അതെ. അല്ല, അവന് പാടണ്ടല്ലോ. വേണ്ടല്ലോ. ആകട്ടെ, വെറുതെ പറഞ്ഞ. ഓക്കെ, അവരുടെ ഗസ്റ്റുകൾക്ക് മേലെ ആയിരിക്കണം നമ്മുടെ പാട്ട്. ഒറിജിനൽ ചോയ്സ്. കം ഓൺ, Okay. പറയൂ. ആ. ഏതാണ് പാട്ട്? തളിരിട്ട കിനാക്കളത്ത്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ. ആ, അതന്നെയാണ് വിചാരിച്ചത്. പറഞ്ഞില്ല, ഞാൻ അപ്പഴേ വിചാരിച്ചില്ലേ. അതന്നെ. ഓക്കെ, ഞാൻ വേണമെങ്കിൽ മാർക്ക് പറയണോ? വേണ്ട. വേണ്ട വേണ്ട, അത് നമുക്ക് അറിയാം. അത് അല്ല, അതൊരു മനസ്സിൽ വെച്ചോളൂ. നമുക്ക് ആ മാർക്ക് എത്തുമെന്ന് നമുക്ക് നോക്കാം. നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്ലാസിക് സോങ് എടുത്തതിന് താങ്ക് യു. അപ്പം ഇതിൽ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. Thank you, ചേച്ചി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ
കുട്ടി ചേട്ടാ എന്താ പറയാ നല്ലൊരു സൂത്തിങ് ഭയങ്കര നല്ല മെലഡി ആയിരുന്നു Melody ആ ആയിരുന്നു. സോങ് പോലെ തന്നെ ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. താങ്ക് യു ചേച്ചി. അതെ അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ കമന്റ്സിലേക്ക് കിടക്കാം. അതെ. ഓക്കെ എനിക്ക് സുജാത ചേച്ചിയോട് ആദ്യം ചോദിക്കണമെന്നുണ്ട്. കാരണം ഞാൻ ഈ പാട്ട് സുജാത ചേച്ചി പാടിയതാണ്. ഞാൻ വേറൊരു സ്റ്റേജിൽ പാടാൻ വേണ്ടി അതാണ് ഞാൻ കേട്ട് പഠിച്ചത്. അപ്പൊ എനിക്ക് ആദ്യം സുജാത ചേച്ചിയോട് ചോദിക്കണം തീർച്ചയായും. കമന്റ്. ആൾക്കാരെ അടിക്കും ഇത് കേട്ടോ. പക്ഷെ എനിക്ക് ആ പാട്ട് അല്ല, അത് ഭയങ്കര അടി- ഇഷ്ടമായി. അവിടെ ഞാൻ ഒറിജിനലും കേട്ടിട്ടുണ്ട്, പക്ഷെ ചേച്ചിയുടെ പാട്ടാണ് കേട്ട് പഠിച്ചത്. ആ ഒരു പ്രാവശ്യം പാടാനായിട്ട്. ഉറപ്പായിട്ടും എനിക്ക് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടോ സന്തോഷമുണ്ട് കേട്ടോ അത് കേട്ടതിൽ. അയ്യോ അത് ഇഷ്ടം ഐ മീൻ കോഴ്സ് അഞ്ജലി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാട്ടിനെ കുറിച്ചും. പിന്നെ ഐ തിങ്ക് ചേച്ചി പാട്ട് കേട്ട് ഒരുപാട് പേര് എന്തായാലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. സോ ഡെഫിനറ്റ്ലി ഐ തിങ്ക് യു ആർ ദ ഫസ്റ്റ് പേഴ്സൺ, യു ഷുഡ് ബി ദ ഫസ്റ്റ് പേഴ്സൺ ടു കമന്റ് ഓൺ. നമ്മൾ ഒരുപാട് പാടിയിട്ടുള്ള പാട്ടാണിത്, ചെറുത് തൊട്ട്. ആ പാട്ട് ഇൻ ആൻഡ് ഔട്ട് അറിയാം. മോളെ അസ്ലി പാടിയ മോളെ. ഇത് അനത് ബാബുക്ക ജാനകി അമ്മ അവരുടെ കോമ്പിനേഷനിൽ ഒരുപാട് പാട്ടുകളുണ്ട്. വാസന്ത പഞ്ചമി, ഇതിങ്ങനെ അവിടുന്ന് ഗാനം ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോകാം. ആ പാട്ടുകളൊക്കെ ഒരു ഫീമെയിൽ സിംഗർ എന്ന് പറഞ്ഞാൽ അതൊക്കെ പഠിച്ചിരിക്കണം. അതിൽ ഈ പാട്ട് എല്ലാവർക്കും അറിയാവുന്ന, എനിക്ക് തോന്നുന്ന പാട്ട് പാടാത്തൊരു ഒരു മലയാളിയും കൂടെ ഈ പാട്ട് അവർക്കറിയാം. ഏത് എക്സാമ്പിൾ ആണല്ലോ ഞാൻ എക്സാമ്പിൾ ആണല്ലോ. അതെ, ഒരു മലയാളി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാട്ട് അറിഞ്ഞിരിക്കും. അത്രയും ഒരു ഓൾ ടൈം ഒരു ഗോൾഡൻ സോങ് ആണ്. മോൾ അസ്ലൈ പാടി. ഇതിൻ്റെ ഈ പാട്ടിൻ്റെ ഡിഫിക്കൽട്ടി ഓഫ് കോഴ്സ് ബ്രത്താണ്. ജാനകിയമ്മയുടെ ആ ബ്രീത്തിങ് ടെക്നിക്സ് ഭയങ്കരമാണ്. ആര് പാടുമ്പോഴും എനിക്കും ഈ പാട്ട് ഇതേപോലെ തന്നെ ഡ്രൈ ആയി തുപ്പൽ, ഞാൻ മോളെവിടെ തുപ്പൽ മിഴുങ്ങിയോ അങ്ങനെ തുപ്പൽ മിഴുങ്ങിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് അത് ആ സ്ഥലം, അപ്പം അത് ആ ഒരു സ്ഥലം അങ്ങനെയാണത്. നമുക്ക് സാധകം ചെയ്തു ഇന്നത് ആർക്കു വേണ്ടി ഇങ്ങനെ നമ്മൾ പാടുള്ളൂ. ഇതന്നെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ അതാണ്. അപ്പോൾ അവർ ജാനകിയമ്മയൊക്കെ പാടുമ്പോൾ ഇറ്റ് ഈസ് പെർഫെക്റ്റ്. സ്റ്റേജിൽ പാടുമ്പോൾ അവരൊക്കെ അപ്പോൾ ആ ലെവലിലേക്ക് ഞാനും ഇൻക്ലൂഡിങ് നമ്മളും ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് പറ്റുമോ എന്നുള്ളത്. മോൾ അസലായിട്ട് പാടി. എക്സ്പ്രഷൻസ് കുറച്ചും കൂടെ വേണമെങ്കിൽ ആവായിരുന്നു. കുറച്ചൊരു സ്റ്റെറൈലായി പോയോ ചില സ്ഥലങ്ങളൊക്കെ. അനുപല്ലവി തൊട്ട് നല്ലതായിരുന്നു. ഫസ്റ്റ് പല്ലവി കുഡ് ഹാവ് ബീൻ ബെറ്റർ. ആ വിരുന്നുകാരൻ കുറച്ചും കൂടെ ഒരു കാത്തിരിക്കുന്ന ഒരു ഫീലിംഗ് വരായിരുന്നു. വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ. അപ്പോൾ വരുന്നില്ല വിരുന്നുകാരൻ എന്ന് വെച്ചാൽ ഒരു വിഷമം വേണ്ടേ. അപ്പോൾ അത് മാത്രം ഞാൻ ഒരു ഇത് മിസ് ചെയ്തു, ആ ഒരു എക്സ്പ്രഷൻ. ബാക്കിയൊക്കെ മോള് നല്ലോണം പാടി. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ, ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു പാട്ടിന് ബെസ്റ്റ് പേഴ്സൺ ടു ആനലൈസ് ഇപ്പോൾ എന്താ പറയുക, ആനലൈസേഷൻ ഇപ്പോൾ തീർന്നതേ ഉള്ളൂ. ദ ബെസ്റ്റ് പേഴ്സൺ ടു ആനലൈസ് ദ സോങ് ഫോർ യുവർ പെർഫോമൻസ്. ഐ തിങ്ക് സോണിക്ക വളരെ മെലോ ആയിട്ടും നല്ല സൂതിങ് ആയിട്ട് പാടി. ഇറ്റ് വാസ് റിയലി നൈസ്. കുറച്ച് ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് എ ഈസി സോങ്. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ സോങ് ആണെന്നൊക്കെ തോന്നും, പക്ഷേ അത് യു ഹാൻഡിൽഡ് ഇറ്റ് വെരി വെൽ. ചില സ്ഥലത്തൊക്കെ കുറച്ചൊന്നൊരു ബ്രെത്ത്ലെസ് പോലെയൊക്കെ, ബ്രെത്ത് പോകുന്ന സ്ഥലങ്ങൾ യൂഷ്വലായിട്ട് എല്ലാവർക്കും പോകുന്നതാണ്, ഈവൻ പ്രൊഫഷണൽ സിംഗേഴ്സിനും പോലും. ബട്ട് യു ഹാൻഡിൽഡ് ഇറ്റ് വെൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വെരി നൈസ്. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. സോണിക്ക സർ. കലകി, താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു ഈ പാട്ടിന്. അല്ലെങ്കിൽ ഈ പാട്ടിന് സെറിനിറ്റി ഉണ്ട്. സെറിനിറ്റി പറഞ്ഞ ഒരു ദിവ്യത്വം ഉണ്ട്. ജാനകിയമ്മ അതിൽ ഭയങ്കരമായിട്ടൊരു ഡിവൈൻ രീതിയിൽ അത് അതെ, ബാബുക്ക പാടുമ്പോൾ ഒരു ഗസലിഷ് ഇതാണ്. ഇത്രയാവും. ഒരു സ്ട്രിക്റ്റ് ആയിട്ട് താളത്തിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകിയാണ് പാടുക. പിന്നെ ഭയങ്കര ത്രോലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കയറിപ്പോവും. പക്ഷെ അത് ജാനകിയമ്മ എനിക്ക് തോന്നുന്നത് ഈ ഒരു പാട്ടിൻ്റെ ഈ ഒരു ഫീല് കൊണ്ടുവന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാത്തിരുന്നു ആ ഒരു ചെറിയ പെയിനൊക്കെ ജാനകിയമ്മയുടെ വോയിസിൽ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് യു കെപ്റ്റ് ദാറ്റ് സെറിനിറ്റി. ആ ഫീല് മൊത്തത്തിലേ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ നുറുങ്ങുകൾ ഒഴിച്ചു നോക്കുകയാണെങ്കിൽ ദ കംപ്ലീറ്റ് ഫീൽ വാസ് ദെയർ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. നൈസ് അറ്റംപ്റ്റ്. താങ്ക് യു സർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സോ നമുക്കിനി മാർക്സ് അറിയാം. യെസ്. ഓക്കെ. സുജാത ചേച്ചി, വിൽ സ്റ്റാർട്ട് വിത്ത് യു. അപ്പോൾ 8.5. Thank you ചേച്ചി. വിജയ് ചേട്ടാ. 8.5.
8.5. Thank you, sir. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. again. So Sonika കുട്ടിയുടെ മാർക്സ് 25.5. കണ്ടോ ഞാൻ വിചാരിച്ച മാർക്ക് ഇത് തന്നെയായിരുന്നു. ഇത് തന്നെയായിരുന്നു. ഇത് തന്നെയായിരുന്നു. എന്നെ നിങ്ങൾ പറയിച്ചില്ലല്ലോ. ഓഹോ, അപ്പോ സ്റ്റീഫൻ ചേട്ടന്റെ ഗസ്സസ് എല്ലാരും Correct വർക്ക് ഔട്ട് ആയിട്ട് ചെയ്യുന്നുണ്ട്. വന്നിരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ നോക്കിക്കോളൂ. ഇതിനൊക്കെ മേലെ 30 on 30 ആയിരിക്കും അടുത്ത എല്ലാ കണ്ടസ്റ്റൻസിന്റെ. അല്ലേ സോനിക? അല്ലേ? അല്ലേ? അപ്പൊ ഞങ്ങള് മാർക്ക് ഇടണ്ടല്ലേ? അതല്ല. ഗസ് വർക്ക് ഞങ്ങൾ എത്തിക്കുമെന്നാണ് അതാണ് ഉദ്ദേശിച്ചത്. യാ, അപ്പൊ എന്തായാലും താങ്ക് യു മോളെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഫോർ നെക്സ്റ്റ് പെർഫോമൻസ്. Thank you, All ചേട്ടാ. the best. Thank you, ചേച്ചി. Raro raro nasiba kasi yagira jesi singapore cheste tapulesi pode popo tapulesi pode ഇപ്പം ഞാൻ എപ്പോഴും പറയും എല്ലാ പാട്ട് പാടുമ്പോഴും അർത്ഥം മനസ്സിലാക്കി പാടണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? gogo godi dema poperla pilladiki burgerla nachustunnave kalo pachustunnave arre kotta film trailer la നിന്റെ സോങ് സെലക്ഷൻ സൂപ്പർ. സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമാരാളങ്ങളെ സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും. ഈ പാട്ടിൽ വന്ന പോലെ തന്നെ സ്വർലോക ഗംഗ ഇതിൽ മുങ്ങി ഞങ്ങളെല്ലാവരും. തനിവനൊരു രാജമന്ദിരം തീർത്തു രാഗസുധാരസത്താൽ വിരുന്നു നൽകി ആയിരം ഗാനങ്ങൾ തൻ ആനന്ദലഹരിയിൽ ഞാനലിഞ്ഞപ്പോൾ അനശ്വരനായി. Welcome back to Superstar Junior powered by Nirapara. And our next contestant, Christy. ജാക്കറ്റ് ഒക്കെ ആണല്ലോ. വയ്യ, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടാണല്ലോ വന്നിരിക്കണേ. അതെ. ഓക്കെ, ശരി. അപ്പോ rounds choose ചെയ്യാം. റൗണ്ട്സ് നോക്കാം. Okay. So rounds please. ഏത് റൗണ്ടാ മോനെ? Foot tappers. Foot tappers. അപ്പോ ഒരു ഡാൻസ് ഒക്കെ പ്രതീക്ഷിക്കാനല്ലേ? ഓഹോ, ഓക്കെ. ഇവിടെ എന്തെങ്കിലും ഗസ്സസ് ഉണ്ടോ ആർക്കെങ്കിലും? ഫുഡ് ടാപ്പേഴ്സ് എനിക്കുണ്ട്. ആ ഉണ്ട്. ആ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ, വിചാരിച്ചു വെച്ചിരിക്കും. നമ്മളത് മനസ്സിലേ കണ്ടിട്ടുണ്ട് അതൊക്കെ. ഏത് പാട്ട് പാടുന്നു എന്നാണോ? മ്യൂസിക് ഡയറക്ടർ പേര് പോലും ഞാൻ പറയും. എല്ലാം അറിയും. ആ എന്നാ ശരി, മ്യൂസിക് ഡയറക്ടറിന്റെ പേര് പറയൂ. ദേവി ശ്രീ പ്രസാദ് ആണോ? മ്യൂസിക് ഡയറക്ടറിന്റെ പേര് ദേവി ശ്രീ പ്രസാദ് ആണ്. അവനറിയാം. അവൻ അറിഞ്ഞൂടാ. എടാ നിന്റെ മനസ്സ് ഞാൻ മന്ത്രിച്ചെടുത്തു. എല്ലാ കുട്ടികളും ഇതൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തെങ്ങനെ? എനിക്ക് പാട്ട് ഏതാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ശരി, ദേവി ശ്രീ പ്രസാദിന്റെ ആണെങ്കിലും കുറെ പാട്ടുകൾ നമുക്കറിയാം. അതിലൊരു പാട്ടാണോ നമുക്കറിയണം. സോ ഏത് പാട്ടാ മോൻ പാടാൻ പോണേ? ടോപ്പ് ലേസി പോടു. ആണോ? അതാണ്. അതെ. ശ്ശെ, ഇതിലെന്തോ ബ്രൈബറി നടക്കുന്നുണ്ട് ഇവിടെ. ആ, പോട്ടെ. ശരി, ഓക്കെ. അപ്പൊ ടോപ്പിൽ എസ് സി പോടു എന്ന് പറയുന്ന പാട്ടാണ് മോൻ പാടാൻ പോകുന്നത്. അല്ലു അർജുന്റെ സോങ് ആണ്. ഡാൻസും പാട്ടും ഒക്കെ കൂടി അടിച്ചു പൊളിക്കോ. ഓക്കെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. അതെ, ഒരു കാര്യമുണ്ട്. ഓക്കെ. എനിക്ക് ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം. ഓഹോ, നീ എല്ലാ ദിവസവും നീ ഇങ്ങനെ ഇന്ന് ഏത് dedicate ബാങ്കാണ്? ഇന്ന് ബാങ്കല്ല, ഇന്ന് ഏതാ? അമേരിക്കയിലുള്ള ഈ പ്രാവശ്യം അമേരിക്ക എത്തി നീ. അമേരിക്ക സ്വിസ് ബാങ്ക് ആണോടേ? തെലുങ്ക് പാട്ടുകാരനാണോ അമേരിക്കയിൽ പോയത് നീ അവിടെ? അതല്ല, അവരിങ്ങോട്ട് വിളിച്ച. ആഹാ, ഓക്കെ. നീ എല്ലാവർക്കും എന്താ ടിവിയിൽ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടോ നിന്റെ? ഇല്ല, പിന്നെ എങ്ങനെ അവരൊക്കെ നിന്നെ അവിടെ നിന്ന് വിളിക്കുന്നത്? ആ പറയല്ലേ, പറഞ്ഞോ. അമേരിക്ക കണ്ടിട്ട് വിളിച്ചു. പറ. ഓക്കെ. അപ്പൊ അമേരിക്കയിലുള്ള ഇവിടെ ക്യാമറയിൽ നോക്കൂ. അമേരിക്കയിലുള്ള സൂരജ് അങ്കിളിനും ആ പോളി എന്ന് പറഞ്ഞ അങ്കിളിനും ആ. പിന്നെ ന്യൂയോർക്കിലുള്ള സജി അങ്കിളിനും ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും. അല്ല, അമേരിക്കയിലുള്ള സൂര്യചന്ദ്രനിലും ന്യൂയോർക്കിലുള്ള അത് മനസ്സിലായില്ല. ന്യൂയോർക്ക് എവിടെയാ? അമേരിക്കയിൽ ആഫ്രിക്കയിലോ? രണ്ടുപേരുണ്ട്. അമേരിക്കയിൽ രണ്ടുപേരുണ്ട്, ന്യൂയോർക്കിൽ ഒരാളുണ്ട്. എടാ, ന്യൂയോർക്ക് എവിടെയാ? അത് അപ്പൊ നിന്നെ ഞാനൊരു അപ്പൊ ജിയോഗ്രഫി എന്തായാലും ഉറപ്പിച്ചു. നിനക്കൊരു ന്യൂയോർക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ ഉള്ള ഒരു സിറ്റിയാണ് ന്യൂയോർക്ക്. ആ ന്യൂയോർക്ക് എന്നുള്ള സ്റ്റേറ്റ് അമേരിക്കയിൽ എന്ന നാട്ടിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. വിജയൻ ചേട്ടന്റെ മനസ്സ് നൊന്തു. വിജയൻ ചേട്ടന്റെ രാജ്യമാണ് എന്റെ അന്യനാടാണ്, സെക്കൻഡ് അല്ല മദർ. sorry, അകന്ന നാടാണ്. അപ്പോ ക്രിസ്റ്റി, എന്തോ അവിടെ ഉള്ള തെലുങ്കർക്കൊക്കെ നീ ഡെഡിക്കേറ്റ് ചെയ്യും പാട്ട്. ഇവര് തെലുങ്കരല്ല,
അല്ല എന്നാലും ചുമ്മാ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ക്രിസ്റ്റിയുടെ സോങ്സ് കണ്ടു വിളിച്ചവരാണ്. സോ എന്തായാലും താങ്ക് യു സോ എല്ലാവർക്കും ആ മച്ച് പാട്ട് ആൻഡ് കീപ് dedicate സപ്പോർട്ടിങ് ക്രിസ്റ്റി. ഓക്കെ, അപ്പോൾ അവർ കൂടി വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, തകർക്കുക. ഓൾ ദി ബെസ്റ്റ്. തകർക്കോ. Thank you. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. అమ్మాయి మనసులే అబ్బాయి దూరేసి కిటికిటలే పేదేస్తే ఏమైతాది మచ్చు బీతొస్తాది పిచ్చ పంటస్తాది హై అబ్బాయి మనసునే అమ్మాయి లాగేసి తలకడలా నొక్కేస్తే ఏమైతాది మస్తు మాసొస్తాది బెస్ట్ ఉప్పొస్తాది హై 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 రాయ రాయ నరకాసి నువ్వు పైటేసి ఎట్ట దోపేస్తే టాపులేసి పోదే పోదే పోపో టాపులేసి పోదే పోదే పోపో రారో రారో నా శివకాసి ఎగిరాజేసి సింగుపల్ చేస్తే టాపులేసి పోదే పోదే పోపో టాపులేసి పోదే పోదే పోపో చెట్టు మీద మ్యాంగోలా నువ్వెంత చక్కగున్నావే చోటలాంటి పిల్లాడ ఎండు చార్పుకున్నాడే చాకోచి మేఘవస్తే టాపులేసి పోదే కన్నే కొట్టావంటే టాపులేసి పోదే మూడే పెట్టావంటే టాపులేసి పోదే చెయ్య పెట్టావంటే టాపులేసి పోదురో అమ్మాయి మనసులో అబ్బాయి దూరేసి కిటికీలే పెట్టేస్తే ఏమైతాది అమ్మాయి మనసులో అబ్బాయి దూరేసి కిటికీలే పెట్టేస్తే ఏమైతాది మచ్చు బీతొస్తాది పిచ్చ పంటస్తాది సమ్మర్లోనే లాసిల్లా వింటర్లోనే కాఫీలా పూరిస్తున్నావే పట్టి లాగేస్తున్నావే పిల్ల పొంగే పొంగే పూరిలా రాముగిమో తమ్ముళ్ళ జాకి జాని అల్లుళ్ళ నచ్చేస్తున్నావే వచ్చి గుర్తొస్తున్నావే అమ్మో బ్రికిలని లోరీలా రాయ రాయ నరకాసి అట నవ్వేసి గుండె తవ్వేస్తే రారో రారో నో చిటికేసి షట్టు మడకేసి కాలరగరేస్తే టాపులేసి పోడే ఓడి పెట్టావంటే టాపులేసి పోడే పూలే పెట్టావంటే టాపులేసి పోడే ఈడే కొట్టావంటే టాపులేసి పోదురో You're a scalpel. You're a scalpel. గోదికేమో కోపర్లా పిల్లడికి బర్గర్లా నచ్చేస్తున్నావే కలోకొచ్చేస్తున్నావే అరే కొత్త ఫిలిం ట్రైలర్లా పోలీసుకి రౌడీలా ఆటోలకి చాడీలా బుక్ అయిపోయావే నాకు సెట్ అయిపోయావే సోడా బుడ్డిలోని గోళీలా రాయ రాయ నరకాసి గోళ్ళు కొరికేసి ఒళ్ళు విరిచేస్తే రారో రారో నో ఇటికేసి చేసి కాలరగరేస్తే టాపులేసి పోదే కాటు కట్టావంటే టాపులేసి పోదే గాజులేసవంటే టాపులేసి పోదే గోడెండుగా వంటే టాపులేసి పోదే దూరే కొట్టావంటే టాపులేసి పోదే టాపులేసి పోదే టాపు టాపు టాపులేసి పోదే അവര് busy അവര് watching. എന്തോ ബിസി വാച്ചിങ് ആണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ കൽപ്പന കാകൾ
സ്വന്തം അച്ഛൻ്റെ. സോ അതൊരു ഫീമെയിൽ ഐ തിങ്ക് ഫസ്റ്റായിട്ട് ഞാൻ പാടുന്നത്. സോ അത് കുറച്ചൊന്ന് അതിലേക്കൊന്ന് അക്കസ്റ്റംഡ് ആവാൻ കുറച്ചൊന്ന് ടൈം എടുത്തു. തുള്ളി പോലും ക്രിസ്റ്റി, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തകർത്തു, തകർത്തു, അടിച്ചു പൊളിച്ച് പാടിയില്ലേ? അതെ. നമ്മുടെ ഡാൻസേഴ്സിന് എന്തായാലും ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. അടിപൊളിയായിട്ട് സപ്പോർട്ട് വെരി എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആണ്. സോ അതിനനുസരിച്ച് നിൽക്കാന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ബിഗ് ടാസ്ക്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് ക്രിസ്റ്റി. അപ്പൊ നമുക്ക് എന്തായാലും നേരിട്ട് കമന്റ്സിലേക്ക് കിടക്കാം അല്ലേ? ഓക്കേ. യെസ്. സോ സ്റ്റീഫൻ ചേട്ടാ, അവര് എന്തോ ബിസി വാച്ചിങ് ആണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ വിജയ് ചേട്ടാ, സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ, എന്താണ് കണ്ടത്? ബിസി വേറെ ഒന്നും അല്ലായിരുന്നു. ആ, ഈ പാട്ടിന്റെ ഒറിജിനൽ വീഡിയോ ഒന്ന് കണ്ടിങ്ങനെ അയ്യോ സ്റ്റൈലായിട്ട് ഇങ്ങനെ നോക്കിപ്പോയത്. ഇപ്പോഴേ പറയാം, വൺ ഓഫ് ദി ബെസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ഇന്ത്യ ആണ് അല്ലു അർജുൻ. നോ ഡൗട്ട്. അമേസിംഗ് ആർട്ടിസ്റ്റ്. അമേസിംഗ് ആർട്ടിസ്റ്റ്. ആൻഡ് നമ്മൾക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ തമാശയ്ക്ക് ലൈക്ക് പറയാറുണ്ട്, ഇപ്പോൾ മല്ലു അർജുൻ എന്ന് അദ്ദേഹം തന്നെ പറയുന്നത്. സോ വി ക്യാൻ ഓൾവേസ് ബി പ്രൗഡ് ഓഫ് ദാറ്റ് ഓൾസോ. ഇന്ന് നമ്മുടെ ഡാൻസേഴ്സും എന്ത് രസമായിരുന്നു. അമേസിംഗ്. വലിയൊരു കൈയടി അവർക്ക്. ക്രിസ്റ്റി, എപ്പോഴാണടാ നീ ഈ പാട്ട് പഠിച്ചത്? കുറച്ച് ദിവസം എടുത്തു. ഇനിയും കുറച്ച് ദിവസം വേണമായിരുന്നോ നിനക്ക്? ആ തെലുങ്കൊക്കെ ഏകദേശം മനസ്സിലായോ നിനക്ക്? ആണോ? മലയാളം മനസ്സിലായില്ല. മലയാളം ഇല്ലായിരുന്നല്ലോ അതില്. നീ എന്താ പറയുന്നത്? മലയാളത്തിലെ മീനിങ് ഇല്ലേ, അത് മനസ്സിലായി. അങ്ങനെ അത് കുഴപ്പമില്ല. അതിപ്പോൾ ഞാനും ഇപ്പോൾ തെലുങ്ക് പാട്ടുകളൊക്കെ ഞാൻ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പാടുന്നേ ഉള്ളൂ. അല്ലാണ്ട് തെലുങ്ക് ഒരുമാതിരിയൊക്കെ പാട്ടായിട്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും, പക്ഷേ ഡയലോഗ്സ് ഒക്കെ കേൾക്കുമ്പോൾ മിക്കവാറും മനസ്സിലാവാറില്ല. സോ അത് കുഴപ്പമില്ല. പക്ഷേ നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഓവറോൾ ഒരു ഓളം ഉണ്ടായിരുന്നു. പക്ഷേ നിൻ്റെ സിംഗിങ്ങിൽ കുറച്ചുകൂടെ ഒരു കുറേ ഷൗട്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. കുറേ ജസ്റ്റ് പാട്ടിൻ്റെ ഇത്. അത് ഒറിജിനൽ ആരാ പാടിയത്? ബ്രദർ തന്നെയാണ്, സാഗറാണ്. സാഗർ പുള്ളിയുടെ ബ്രദർ, ദേവിശ്രീ പ്രസാദിൻ്റെ ബ്രദറാണ് സാഗർ. ആൻഡ് ഗീതാ മാധുരി ഈസ് ഓൾസോ വെരി പോപ്പുലർ സിംഗർ. ഈ ഷൗട്ട് എന്നുള്ളതിൻ്റെ അല്ല ഇങ്ങനത്തെ പാട്ടിൽ പാടുമ്പോൾ നമ്മൾ അത് മാത്രമല്ല ടൈപ്പ് ഓഫ് സിംഗിങ്. അപ്പോൾ അത് നോക്കണം. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല എനർജിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടെയും നിൻ്റെ ആ ഒരു ത്രോ. നമ്മളിപ്പം നേരത്തെ ഇപ്പോൾ വേണമെങ്കിൽ പറയാം, എന്താണ് ഋതു പാടിയ ആ ഒരു പാട്ട് നീ കേട്ടല്ലോ, എന്താണ് ആ ഒരു പാട്ടിൻ്റെ ഒക്കെ നല്ല അതുപോലത്തെ ഒരു ഹെവി സോങ് അങ്ങനത്തെ ഒരു സോങ്ങാണ്. അപ്പോൾ നല്ല ത്രോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഹെവി സോങ് അതുപോലത്തെ. പക്ഷേ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു സോങ് ആണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ ഹെവിയാണ്. അപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊരുന്ന് വെച്ചാൽ ആ ഒരു മ്യൂസിക്കാലിറ്റി അല്ലെങ്കിൽ കുറച്ച് ആ സോങ്ങിൽ എന്തെങ്കിലും ഒരു ട്യൂണിലുള്ള ഇതൊക്കെ നമ്മൾ ശ്രുതി വിട്ട് പോകും കുറേയൊക്കെ നമ്മൾ ഷൗട്ട്. എനിക്കും ബിഗിനിങ്ങിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൊരു തെറ്റാണത്. ഇവൻച്വലി മോനത് മനസ്സിലാവും. യു വിൽ അണ്ടർസ്റ്റാൻഡ് വെൻ യു ലേൺ മോർ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചേട്ടാ. സുജാത ചേച്ചി, ക്രിസ്റ്റി, എല്ലാം കൂടെ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു കേട്ടോ മോൻ. ഞാൻ ഇത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. കുറച്ച് ഒരു അലർച്ച പോലെയാണ് ഇരുന്നത്. കുറച്ചൊരു അപ്പോൾ ഒരു കൺട്രോൾഡ് ഓപ്പൺ സിംഗിങ് വേണം ഇതിന്. അത് എനിക്ക് തോന്നുന്നത് അത് നാച്ചുറലായിട്ട് ചിലർക്ക് കിട്ടും. ഇപ്പോൾ പെർഫെക്റ്റ് എക്സാമ്പിൾ ഇസ് ഋതുവിൻ്റെ ഓപ്പൺ ആണ്, പക്ഷെ അതേസമയം ഡൈനാമിക്സും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മോനത് പഠിക്കാവുന്നതേ ഉള്ളൂ. യു ആർ സച്ച് എ സ്മോൾ ബോയ്. ഇപ്പം ഞാൻ എപ്പോഴും പറയും എല്ലാ പാട്ട് പാടുമ്പോഴും അർത്ഥം മനസ്സിലാക്കി പാടണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? എന്നെ നോക്കിയൊക്കെ എന്തൊക്കെയോ കാണിച്ചല്ലോ, ഓട്ടോ കയറുന്നൊക്കെ. ഓക്കെ, വെറുതെ ചോദിച്ചാണ്. ഇനി പക്ഷേ ഒരു കാര്യം കണ്ടത്, ഇയാള് തെലുങ്ക് ഭാഷ കേൾക്കാൻ കൊള്ളാം കേട്ടോ. ചിലർക്ക് മലയാളം ചോ വരും, അതില്ല. ആ രസമുണ്ടായിരുന്നത്. ക്രിസ്റ്റി, നിന്റെ സോങ് സെലക്ഷൻ സൂപ്പർ. അത് സ്റ്റേജിലൊക്കെ ഇങ്ങനെ തകർക്കണം. അതായത് ഒരു മദ്രാസ്, ഹൈദരാബാദ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു
ഫാസ്റ്റ് സോങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാൾ തിളങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണിത്. ഭയങ്കര ഹിറ്റായിട്ട് അല്ലു അർജുൻ തകർത്താടി അഭിനയിച്ച്. ദേവി ശ്രീ പ്രസാദ് ഇതിൻ്റെ ആശാനാണ് അല്ലേ. ഭീകര ഇങ്ങനത്തെ സോങ്ങിൻ്റെയൊക്കെ രാജാവാണെങ്കിൽ വേണമെങ്കിൽ പറയാം. ഹൈദരാബാദിൽ അല്ലെങ്കിൽ തെലുങ്ക് സിനിമയുടെ ഇങ്ങനത്തെ ഈ സിനിമയിൽ അഭിനയിച്ച രണ്ടുപേര് മലയാളീസ് ആണ് ഹീറോയിൻസ് രണ്ടുപേരും. ആരൊക്കെ? അമല പോൾ ആൻഡ് ഓക്കെ, കാത്രിൻ ട്രീസ. സൂപ്പർ. സോ നല്ല കണക്ഷൻ, നല്ല സോങ് സെലക്ഷൻ. നിൻ്റെ എനർജി നല്ലതായിരുന്നു. ആ എനർജിക്ക് അനുസരിച്ച് വോയിസിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാരണം നല്ല നീ പെപ്പിയായിട്ട് നീ സോങ് ചെയ്തു. ആറ്റിറ്റ്യൂഡൊക്കെ ബെസ്റ്റ്, സൂപ്പർ. ചില ആൾക്കാർ പാടുമ്പോൾ നന്നായിട്ട് പാടും, പക്ഷേ ആറ്റിറ്റ്യൂഡ് ഒരു സാധാരണ പാട്ട് പാടണ പോലെ. ഇതൊക്കെ നിൻ്റെ എല്ലാം നല്ലതായിരുന്നു, പക്ഷെ പാട്ട് നന്നാവണം അല്ലേ. അതുകൂടെ നന്നായാലേ അതിൻ്റെ ഒരു ഫുൾനെസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആവുള്ളൂ. അതുമാത്രം എനിക്കൊരു തോന്നിയത്. പിന്നെ ചില ഡാൻസൊക്കെ നീ ആരെ നോക്കണ്ട. പിന്നെ നിൻ്റെ ലിറിക്സ് അവിടെയാണ് ഇരിക്കണേ. നീ ഫുള്ള് അങ്ങനെ നോക്കിയോ പാടുന്നത്? അതെന്താടാ? അല്ല, അവിടെ 4 പേരും കൂടി അവിടെ നമ്മുടെ തെലുങ്ക് പാടിയിട്ടുണ്ടായിരുന്നു. ഓ, അവർ തെലുങ്ക് പാടണ പേടിച്ചിട്ടാണോ? തെലുങ്ക് കന്നഡയൊന്ന് പേടിച്ചിട്ടാണോ? നീ എങ്ങനെ തെലുങ്ക് പഠിച്ചു? കേട്ട് പഠിച്ചോ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ? എന്താ മൂഡ് ഔട്ടായേ? പറയടാ. കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ല. ആ 4ാമത്തെ വരിയുടെ 5ാമത്തെ വാക്കെന്താ? വേം പറ. വേണ്ട, വെറുതെ പറഞ്ഞ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. പിന്നെ ഇത് പറഞ്ഞിട്ട് നീ ഇങ്ങനത്തെ പാട്ട് എടുക്കാണ്ടിരിക്കരുത്. ഇങ്ങനത്തെ പാട്ട് നിനക്ക് നന്നായി ചേരും. അങ്ങനത്തെ പാട്ട് എടുക്കുക. സിംഗിങ് മാത്രം കുറച്ച് കൺട്രോൾ ചെയ്ത് പാടുക. ഓക്കെ, തടാ. താങ്ക് യു. സോ നമുക്ക് നേരെ മാർക്കിലേക്ക് കടക്കാം. സോ യെസ്, വിജയ് ചേട്ടാ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി? താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ? 7.5. 23. കുഴപ്പമില്ലാത്ത സ്കോറാണ്. നല്ല ഇതേപോലെ നല്ല പാട്ടുകളുമായിട്ട് വീണ്ടും വരാം. തകർത്ത് പെർഫോം ചെയ്യാൻ ഇനിയും വരും. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. സോ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വെൽക്കം ചെയ്യാം. അഞ്ജന. അഞ്ജന അങ്ങനെ പാട്ട് പാടാൻ ഇങ്ങനെ റെഡി ആയിട്ട് വരും. കാരണം റെഡ് ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു ചേച്ചി. നമുക്ക് റൗണ്ട്സ് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാം. സോ റൗണ്ട്സ് പ്ലീസ്. ഏത് റൗണ്ടാ മോളെ? മാജിക്കൽ കോമ്പിനേഷൻ. മാജിക്കൽ കോമ്പിനേഷൻ. സോ ഏത് പാട്ടാണ് മോള് പാടാൻ പോകുന്നത്? ആരുടെ മാജിക്കൽ കോമ്പിനേഷൻ ആണ്? ഞാൻ ദേവരാജൻ മാഷും പി ഭാസ്കരൻ സാറിന്റെ കൂട്ടുകെട്ടിൽ നാദബ്രഹ്മത്തൻ എന്ന സോങ് ആണ് പാടുന്നത്. ഓ, ഓക്കേ. ദാസേട്ടന്റെ പാട്ടാണ്. വെരി മച്ച് ഒരു കോമ്പറ്റീഷൻ സോങ് തന്നെയാണ്. സോ ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ് എന്തായാലും ഒന്ന് സമയം തരാം നമുക്കൊന്ന് എല്ലാവരുമായിട്ട് സെറ്റ് ആവാൻ വേണ്ടി. ഓക്കെ, സോ സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. രാജേഷ് ഒന്ന് സ്റ്റേജിലേക്ക് വീണ്ടും ഒന്ന് വന്നാൽ കൊള്ളാം. തീർച്ചയായും രാജേഷ് ചേട്ടാ, പ്ലീസ് കം ടു ദി സ്റ്റേജ്. മാക്സിമം ബിഹൈൻഡ് ദ സ്ക്രീൻ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് രാജേഷ് ചേട്ടൻ. സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമാരാളങ്ങളെ സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും. ഈ പാട്ടിൽ വന്ന പോലെ തന്നെ സ്വർലോക ഗംഗ ഇതിൽ മുങ്ങി ഞങ്ങളെല്ലാവരും. തനിവനൊരു രാജമന്ദിരം തീർത്തു രാഗസുധാരസത്താൽ വിരുന്നു നൽകി. 1000 ഗാനങ്ങൾ തൻ ആനന്ദലഹരിയിൽ ഞാനലിഞ്ഞപ്പോൾ അനശ്വരനായി. ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അതോടൊപ്പം അഭിമാനവുമുണ്ട്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ പവർഡ് ബൈ നിറപറ. യെസ്, സോ മാജിക്കൽ കോമ്പിനേഷൻ റൗണ്ടിൽ ദേവരാജൻ മാഷിന്റെയും പി ഭാസ്കരൻ സാറിന്റെയും എന്താ പറയുക പാട്ടാണ് മോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നാദബ്രഹ്മത്തിനുള്ള സോങ് ആണ്. സോ ഇറ്റ്സ് എ വെരി മാജിക്കൽ കോമ്പിനേഷൻ സോങ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമാരാളങ്ങളെ, സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, കൽപ്പന കാകളികൾ മൂളി വന്നെത്തുമെൻ്റെ സ്വപ്ന ചകോരങ്ങളെ. ആ ആ കൽപ്പന കാകളികൾ മൂളി വന്നെത്തുമെൻ്റെ സ്വപ്ന ചകോരങ്ങളെ. മാനസവേദിയിൽ മയിൽപ്പീലി നീർത്തിയാടും മായാമയൂരങ്ങളെ, സാക്ഷാൽ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, ഊഴിയിൽ ഞാൻ തീർത്ത സ്വർഗമണ്ഡപത്തിലെ ഉർവശി മേനകമാരേ. ആ ആ ഊഴിയിൽ ഞാൻ തീർത്ത സ്വർഗമണ്ഡപത്തിലെ ഉർവശി മേനകമാരേ, ഇന്നെൻ്റെ പുൽമേഞ്ഞ മൺകുടിൽ പോലും നിങ്ങൾ ഇന്ദ്രസഭാതലമാക്കി, സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, യാചകനിവനൊരു രാജമന്ദിരം തീർത്തു, രാഗസുധാരസത്താൽ വിരുന്നു നൽകി. ആ ആ യാചകനിവനൊരു രാജമന്ദിരം തീർത്തു, രാഗസുധാരസത്താൽ വിരുന്നു നൽകി. ആയിരം ഗാനങ്ങൾ തൻ ആനന്ദലഹരിയിൽ ഞാനലിഞ്ഞലിഞ്ഞപ്പോൾ അനശ്വരനായി സാക്ഷാൽ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, കൺമണിമാരി നിങ്ങൾ കിങ്ങിണിക്ക്
താങ്ക് യു. എന്താണ് ഇപ്പോൾ ഇവിടെ നടന്നത്? എനിക്ക് ഒന്നും ഒന്നും മനസ്സിലായില്ല. മനസ്സിലായില്ല. കൂടുതൽ നമുക്ക് സംസാരിച്ച് നമ്മുടെ കൂടെ ടോട്ടലി പോകും. യെസ്. പ്ലീസ്. നിങ്ങളാരാ? ഓ നമ്മളൊരവസ്ഥയിലായി അപ്പോ. ആ ഏകദേശം. ഞാൻ കുറച്ച് നേരം ഞാനിങ്ങനെ ഒരു 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 ട്രാൻസ് ലൈവ്. അഞ്ജന, ചേട്ടാ അഞ്ജന JV. അഞ്ജന എന്ത് തോന്നുന്നു? അഞ്ജനയ്ക്ക് എന്തോ ഒരു 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 ടെൻഷൻ. കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതിനെപ്പറ്റി, ആ അഭിപ്രായത്തിനെ പറ്റി? ഞങ്ങള് വന്നപ്പോ എന്നെ പറഞ്ഞില്ല, ഞങ്ങൾ റിലേ കട്ടായിട്ടിരിക്കുക. ഭംഗിയായിട്ട് പാടി. നല്ലായിരുന്നു നല്ലായിരുന്നു. ഇത് എസ്പെഷ്യലി ഐ തിങ്ക് ഞാൻ സോ യൂസ് ടു ഹിയറിങ് എന്താണ് ആ ഒരു മെയിൽ വോയിസ് എന്ന് എൻ്റെ സ്വന്തം അച്ഛൻ്റെ. സോ അതൊരു ഫീമെയിൽ ഐ തിങ്ക് ഫസ്റ്റായിട്ട് ഞാൻ കേൾക്കുന്ന പാടുന്നത്. സോ അത് കുറച്ചൊന്ന് അതിലേക്കൊന്ന് അക്കസ്റ്റംഡ് ആവാൻ കുറച്ചൊന്ന് ടൈം എടുത്തു, ഒന്ന് എന്താ പറയുക ആ സോണിലേക്ക് വരാൻ. പക്ഷേ യു ആർ സിംഗിങ് അമേസിംഗ്ലി. ഓരോ സംഗതികളും ഇറ്റ് വാസ് എന്നാൽ ചില ഐ തിങ്ക് അത് അഞ്ജനയ്ക്ക് തന്നെ അറിയാം. ചില സ്ഥലത്തൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നൊന്ന് ശ്രുതിയോ അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ ഒന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതാ ഒരു ഓവറോൾ ഇഫ് യു ലുക്ക് അറ്റ് ദ സർട്ടൻ എന്താ പറയുക ഡിഫിക്കൽട്ടി ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് ഈ പാട്ടിൽ ഒന്നുമല്ല, ഒരു മിസ്റ്റേക്കേ അല്ല എന്നേ പറയാൻ പറ്റുള്ളൂ. സോ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ. കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി, ഈ പാട്ടിൽ വന്ന പോലെ തന്നെ സ്വർലോക ഗംഗ ഇതിൽ മുങ്ങി ഞങ്ങളെല്ലാവരും. എക്സ്പ്രഷൻസ് വർ ഗുഡ്. താങ്ക് യു. ഈ പാട്ട് ഞാൻ അതാ വിജുവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, വേറെ ആരോ ഒരു ഫീമെയിൽ സിംഗർ ഇത് പാടി കേട്ടിട്ടുണ്ട്. ഫീമെയിൽ പാടുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് ഈ പാട്ട്. ദാസേട്ടൻ പാടുന്ന ഇന്നും സംഗതിയൊക്കെ നമ്മൾ പാടിയാലും പക്ഷെ എന്തോ ഒരു വ്യത്യാസം വരും. പക്ഷെ അതിനൊരു ഫീമെയിൽ വേർഷൻ പോലെ മോൾ അങ്ങനെയാണ് പാടിയത്. അതിലൊരു സംഗതി ദാസേട്ടനെ കുറച്ചും കൂടെ സ്ലോ ആക്കി. ഇത് ശരത്താങ്കളിനെ വിളിച്ച് പാടി കറക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ആ ഒരു സംഗതി, ആ ഒരു പാടിയതിൻ്റെ ആ ഒരു ക്ലാരിറ്റി ശരത്ത് അനലൈസ് ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ മെയിൽ പോർഷൻ, അതായത് മിക്കവാറും ഹൈ ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ കുറേയൊക്കെ അഞ്ജന കുറച്ചുകൂടി ഒതുക്കി പാടിയ പോലെ തോന്നി. കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ട് പാടിയത് പോലെ. ഹൈ ഒക്കെ പോകുന്നതൊക്കെ ഇനിയും ഇപ്പം മെയിൽ പോർഷനിലുള്ളത് അല്ലെങ്കിൽ ഒറിജിനലുള്ളത് വിട്ടേക്ക്. പക്ഷെ എന്നാലും കുറച്ചുകൂടി ഓപ്പൺ ആണ് ആ ഹൈ മറ്റേ ഹൈ ആയിട്ടുള്ള അതൊക്കെ കുറച്ചുകൂടി ഓപ്പൺ ആയിട്ട്. പക്ഷെ അത് കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആയിട്ടാണ് പാടിയത്. ബട്ട് ഐ മീൻ ഇപ്പൊ സുജി പറഞ്ഞ പോലെ ഒരു ഫീമെയിൽ വേർഷൻ എന്നുള്ളൊരു ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഫീമെയിൽ അപ്രോച്ച് അങ്ങനെയായിരിക്കും എപ്പോഴും. അപ്പോൾ ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഈ ഒരു റൗണ്ട്സിൽ നമ്മുടെ കുട്ടികളൊക്കെ 8, 8:30, 9 താഴുന്നില്ല. എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. അപൂർവം കുറച്ച് ചെറിയ ഇതുകൊണ്ട് 7.5 2-3 പേർക്ക് വന്നു. ബാക്കി എല്ലാവരും ഭയങ്കരമായിട്ട് പാടുന്നു. ഞങ്ങൾക്ക് മാർക്ക് കുറയ്ക്കണമെന്നുണ്ടായിട്ടും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെയൊക്കെ ഇവിടെ മോൾഡ് ചെയ്യണ, നിങ്ങളെ പാട്ട് പഠിപ്പിച്ച് ഹെൽപ്പ് ചെയ്യുന്ന രാജേഷിന് വീണ്ടും ഒരു ബിഗ് കൺഗ്രാറ്റ്സ്. രാജേഷ് ഒന്ന് സ്റ്റേജിലേക്ക് വീണ്ടും ഒന്ന് വന്നാൽ കൊള്ളാം. തീർച്ചയായും രാജേഷ് ചേട്ടാ പ്ലീസ് കം ടു ദി സ്റ്റേജ്. മാക്സിമം ബിഹൈൻഡ് ദ സ്ക്രീൻ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് രാജേഷ് ചേട്ടൻ. പക്ഷെ നമ്മൾ വിടുന്നില്ല. രാജേഷ് ചേട്ടാ. രാജേഷ്, ആദ്യം ഈ കുട്ടികൾ പാടിത്തുടങ്ങിയെന്നും എത്രയോ മുന്നോട്ട് എല്ലാവരും പോയിട്ടുണ്ട്. രാജേഷ്, താങ്ക്സ് കേട്ടോ. അതിന് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അതോടൊപ്പം അഭിമാനവുമുണ്ട്. എല്ലാവരും വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ തന്നെയാണ്. എൻ്റെ റോൾ ഇതിൽ വളരെ കുറവാണ്. അവർക്ക് അതുപോലെ ടാലൻ്റ് ഉണ്ട്. പിന്നെ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ആ ബ്രഷപ്പിൻ്റെ ഇഫക്ട്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. ആഫ്റ്റർ എഫക്റ്റ് ഈസ് സോ ഹ്യൂജ്. താങ്ക് യു എനിവേ രാജേഷ്. എല്ലാ കുട്ടികളും യു ഹാവ് ടു താങ്ക് യു. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, സാധാരണ നമ്മൾ കാണുമ്പോൾ ഞാൻ അഞ്ജലി ഇടയ്ക്ക് പറയാറുണ്ട്, ബിക്കോസ് ഇവിടെ പാട്ട് നടക്കുന്ന സമയത്ത്, ഇവിടെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നോക്കുമ്പോൾ ആക്ച്വലി ബാക്ക് റൂമിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് രാജേഷ് ഏട്ടനും കൃഷ്ണേട്ടനൊക്കെയാണ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, നമ്മൾ ഈ പാരന്റ്സ് എക്സാം എഴുതുന്ന അതേ അവസ്ഥയിലാണ് അവിടെ ഇരുന്ന് ടെൻഷനും അവര് കേൾക്കുന്നതും ഭയങ്കരമായിട്ട് ലൈക്ക് സംസാരം ഒന്നുമില്ല, ഭയങ്കര ഇതായിട്ട്. അപ്പൊ ആ ഒരു ഐ തിങ്ക്
എന്താ പറയുക ഒരു ഭയങ്കര ബ്ലെസ്സിങ് തന്നെയാണ് ഇങ്ങനത്തെ രണ്ട്. അത് ആ ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ആ പിള്ളേർക്കൊക്കെ കിട്ടുന്നുണ്ട്. അതെ, ആ കൃഷ്ണചന്ദ്രനും ആ ബ്ലെസ്സിങ് ഒക്കെ. കൃഷ്ണചന്ദ്രനും ഒരു വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ട് ഈ പാട്ട് സെലക്ഷനിലും. അതിൽ പഴയ പാട്ടുകൾ എന്ന് വെച്ചാൽ കൃഷ്ണചന്ദ്രൻ എല്ലാ പാട്ടും അറിയാം. അതിൽ ചേഞ്ചസ്, അതിൽ ചില നമ്മൾ കേൾക്കാത്ത സംഗതികളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുറേ പാട്ടുകളിൽ. സോ കൃഷ്ണചന്ദ്രനും വലിയ താങ്ക്സ്. അപ്പോൾ രാജേഷ് ചേട്ടാ, കൃഷ്ണേട്ടാ, താങ്ക് യു സോ മച്ച്. Thank you so നമ്മുടെ എല്ലാ much, കുട്ടികളെയും ഇനിയും എന്താ പറയുക ഒരുപാട് നാളുകൾ ഇതേപോലെ ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ സ്റ്റീഫൻ ചേട്ടാ. ഹായ് അഞ്ജന. ഹായ് ഏട്ടാ. ആദ്യമായി നന്ദി പറയേണ്ടത് ഇങ്ങനത്തെ ഒരു പാട്ട് കൊടുന്നതിനാണ്. ഇത് പാടുമ്പോൾ ഞാൻ അവരെ ഇങ്ങനെ ധ്യാനിക്കായിരുന്നു. ഇതിൻ്റെ കമ്പോസർ എഴുതിയ ആൾ. പിന്നെ അഞ്ജന പാടുമ്പോൾ എനിക്ക് ഊഹിക്കാം ദാസേട്ടൻ ഇതെങ്ങനെ പാടി വെച്ചിട്ടുണ്ടാവുമെന്ന്. അഞ്ജനയ്ക്ക് ഇങ്ങനെ കേട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം എങ്ങനെ പാടിയെന്ന് നമ്മൾ ഊഹിക്കാന്നേ ഉള്ളൂ. അത് വേറെ ആർക്കും അത് ചില കാര്യങ്ങൾ ചിലതിന് പറഞ്ഞിട്ടുണ്ട് ദാസേട്ടൻ. ആപ്റ്റ് ഇറ്റ്സ് എ ഗ്രേറ്റ് ടൈമിങ്. ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു പാട്ട് പ്രൂവ് ചെയ്യുക എന്നൊക്കെ പറയണാൽ ഇറ്റ്സ് ഓൺലി ലെജൻഡ് ക്യാൻ ഡു ദാറ്റ്. സോ ഹീസ് ഓൾറെഡി എ ലെജൻഡ്. സോ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് കോമ്പിനേഷൻ. ഇറ്റ്സ് ഗ്രേറ്റ് മാജിക്കൽ കോമ്പിനേഷൻ. ആ മാജിക്ക് ഇവിടെ തെളിഞ്ഞു കേട്ടോ. എഫക്റ്റ് നല്ലതായിരുന്നു. ഈ പറഞ്ഞ മാതിരി ഒരു സാധാരണ അഞ്ജന പാടുമ്പോൾ ഒരു കഴിഞ്ഞ പാട്ടുകൾ ഞങ്ങളൊരു സ്റ്റാൻഡിങ് ഓവേഷൻ തന്നൊരു സീനുണ്ടായിരുന്നു. ആ എഫക്റ്റ് അത്രയും വന്നില്ല. പക്ഷേ യു സ്റ്റിൽ ഈ പാട്ടൊക്കെ എടുക്കണം എന്നുള്ള റിസ്ക് ഞങ്ങൾക്കറിയാം. അത് അഞ്ജനമാരുള്ള ഒരു സിംഗർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ആ റിസ്ക് എടുക്കുള്ളൂ. സോ താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ദാറ്റ് സോങ്. ഓക്കെ, പിന്നെ എന്താ അതിന് വേറെ പറയാനൊന്നുമില്ല. ഇങ്ങനത്തെ പാട്ടെടുത്ത് ഞങ്ങളെ ഇതേമാതിരി വേറെ ലോകത്തേക്ക് കൊണ്ടുപോവുക. ഓക്കെ, അതെ. അതുപോലെ തന്നെ സിമ്പിൾ പാട്ടുകളും പാടി ഞങ്ങളെ കൂരി തരിപ്പിക്കുക, രോമാഞ്ചം കൊള്ളിക്കുക. അതതിൻ്റെ കറക്റ്റ് അല്ലേ? അതെ. അപ്പോൾ അതിനും ഒരു ഓൾ ദ ബെസ്റ്റ് കേട്ടോ. താങ്ക് യു ചക്കരെ. ഓക്കെ, സോ നമുക്ക് വിജയ് ചേട്ടാ. ഞാൻ മാത്രമല്ല, ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ചിടാൻ പോകണം. ഓക്കെ. മതി അല്ലേ? ഓക്കെ അല്ലേ? കുട്ടികളെ, എന്താ കുട്ടികളെ ഇങ്ങനെയാണോ അതിന് റിയാക്ഷൻ തരേണ്ടത്? 9.5 9.5 9.5 ഇങ്ങനെയാണ് റിയാക്ഷൻ കൊടുക്കേണ്ടത്. 28.5 ഒരുമിച്ചാണ് പറഞ്ഞത്. എക്സൈറ്റഡ് ആയതാണ്. ഇല്ല, പോരാ. ഒന്നുകൂടി പറയാം. 9.5 9.5 9.5 ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ടോപ്പ് സ്കോറർ അഞ്ജന with 28.5. യെസ്. സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമാരാളങ്ങളെ സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ. കൽപ്പന കാകളികൾ മൂളി വന്നെത്തുമെൻ്റെ സ്വപ്ന ചകോരങ്ങളെ. അപ്പൊ ഓടിപ്പോകൂ, ഗിഫ്റ്റ് വാങ്ങൂ. അങ്ങനെ മറ്റൊരു നല്ല എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരുപാട് ഈ പറഞ്ഞ പോലെ ടഫ് കോമ്പറ്റീഷൻസുമായി വി ആർ കമ്മിങ് ടു യു. സോ കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് സൂപ്പർ സ്റ്റാർ ജൂനിയർ. യെസ്. ജൂലൈ 24 വേൾഡ് പേരൻസ് ഡേ ആണ്. അപ്പനെ അങ്ങനെ മിസ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നുപേരും, എൻ്റെ ചേട്ടൻ വിനോദായാലും അനിയൻ വിശാലായാലും, ഞങ്ങൾ മൂന്നുപേരെയും പ്രോഗ്രാംസിന് കൊണ്ടുപോകും. അമ്മയും ഞങ്ങളെല്ലാവരും. ഇപ്പൊ വേണമെങ്കിൽ നോക്കുവാണെങ്കിൽ ദ പേരന്റ് ശ്വേത എന്നും പറയാം. കാരണം ഞങ്ങളാണ് അവിടുത്തെ കിഡ്സ്. എൻ്റെ മോന് എന്നെന്ന് വെച്ചാൽ ജീവന. ഞാൻ വന്നാൽ പിന്നെ എൻ്റെ വേറെ ആരോ കൂടെ പോവില്ല. എൻ്റെ ഒക്കത്തന്നെ എങ്ങനെ ഇരിക്കുള്ളൂ. അവന് 1 വയസ്സുള്ളൂ. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും കൺകൾ മൂടും. പൂവിൽ വണ്ട് കൂടും കണ്ട് പൂവും കൺകൾ മൂടും. പൂവിനം മാനാട് പോടും വണ്ടുകൾ സംഗീതം പാടും. പൂവിനം മാനാട് പോടും വണ്ടുകൾ സംഗീതം പാടും. എനിക്ക് സെക്കൻഡ് ചരണം വലിയ ഇഷ്ടമായി.
സെക്കൻഡ് ചരണം ആ ഒരു ഭാവം ഒക്കെ നല്ലതായിരുന്നു. പേഴ്സണലായിട്ട് പറയാ, നീ ചെറിയ പെങ്ങളാണോന്ന് അറിയാൻ മേലാഞ്ഞിട്ടല്ല, നിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാനാ, അല്ലെങ്കിൽ വേണ്ട. याई रे जोर लगा के नच ले, याई रे मिलके तू मचाए रे. ഇത് പാടിയേക്കണ അന്ന് 58-60 വയസ്സുള്ള ആശാജിയാണ്. എന്താ പാടിയേക്കണേ അല്ലേ? ഒയ്യോ, हो जा रंगीला रे, रंग रंग रंगीला रे. ജോഷും ആ ആറ്റിറ്റ്യൂഡും, ആ പാട്ട് കേൾക്കുമ്പോഴിങ്ങനെ കിടിലം ഇങ്ങനെ ഒരുമാതിരി ആവും നമ്മള്. याई रे जोर लगा के नच ले. ഇത്ര എളുപ്പമുള്ള സാധനം, നിന്റെ രൂപത്തിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സാധനം അത്. ആദ്യം തന്നെ ശരിക്കും ശിവാനിയുടെ അമ്മയുടെ സോറി പറയാണ്. ഇയാളുടെ വോയിസിനൊരു ഒരു എന്തോ ഒരു മാജിക് ഉണ്ട് പാടുമ്പോ. ഗ്രീഷ്മവസന്തങ്ങൾ വീണമീട്ടുമ്പോഴും കതിരു കാണാം കിളി തപസിരുന്നു. സുജാത സാരീസ്, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.